ഞാൻ ഇന്ന് ഈ മെസ്സേജിലൂടെ ഫോക്കസ് ചെയ്യുന്നത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാനും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാനും ആത്മീകമായി വളരാനും ആത്മദാഹമുള്ള ഒരു കൂട്ടത്തെ മാത്രമാണ് ഈ സന്ദേശം എനിക്ക് തന്ന എൻ്റെ ദൈവവും ഈ സന്ദേശം നിങ്ങളോട് അറിയിക്കുന്ന ഞാനും ഫോക്കസ് ചെയ്യുന്നത്. എൻ്റെ ആത്മീക അനുഭവം ഈ വിഷയത്തിൽ എനിക്ക് പങ്കുവെക്കാനുണ്ട്. പരിശുദ്ധാത്മാവും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളും. ഞാൻ ദൈവസന്നിധിയിൽ വീണ്ടും ജനനം പ്രാപിക്കുന്നത്, രക്ഷിക്കപ്പെടുന്നത് 1999 1999 യേശു ക്രിസ്തുവിനെ എൻ്റെ രക്ഷിതാവും കർത്താവുമായി യഥാർത്ഥമായി അനുതാപത്തോടെ ഞാനൊരു പാപിയാണെന്ന് തിരിച്ചറിഞ്ഞ് എൻ്റെ കർത്താവിൻ്റെ പാപത്തിൻ്റെ വിമോചകനെന്നും രക്ഷകനെന്നും വീണ്ടെടുപ്പുകാരനെന്നും മനസ്സിലാക്കി എൻ്റെ ഹൃദയത്തിൽ സ്വീകരിച്ചു. എന്താണ് ഞാൻ അങ്ങനെ പറഞ്ഞത്? അതിനു മുൻപ് ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. VBSകളിൽ, സൺഡേ സ്കൂൾ മീറ്റിങ്ങുകളിൽ 5 വയസ്സുള്ളപ്പോൾ, 8 വയസ്സുള്ളപ്പോൾ, 10 വയസ്സുള്ളപ്പോഴൊക്കെ പാട്ടുപുസ്തകത്തിൻ്റെ പുറകിലുള്ള പേജ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നു എന്ന് എഴുതി ചേർ ചെയ്ത് കീറി ഞാൻ VBS ഡയറക്ടറെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കറിയില്ലായിരുന്നു ഞാനൊരു പാപിയാണെന്ന്. എനിക്കറിയില്ലായിരുന്നു എന്നിലൊരു ജഡീക മനുഷ്യനുണ്ടെന്ന്. എനിക്കറിയില്ലായിരുന്നു എന്നിൽ ശരിക്കും ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ട് എന്ന്. എന്നാൽ എൻ്റെ 17ാമത്തെ വയസ്സിലാണ് പാപമെന്തെന്നും അല്പമായി ശരിയെന്തെന്നും തെറ്റെന്തെന്നും ഒക്കെ ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എൻ്റെ ജീവിതത്തെ ദൈവവചനത്തിൻ്റെ മുൻപിൽ എൻ്റെ കർത്താവിനായി ഞാൻ സമർപ്പിച്ചു. അതിൻ്റെ കാരണവും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യവും പരിശുദ്ധാത്മ സാന്നിധ്യം വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന, പരിശുദ്ധാത്മ നിറവിൽ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകനും പരിശുദ്ധാത്മ സാന്നിധ്യം തളം കെട്ടി നിൽക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറുമായിരുന്നു. 2000 ഞാൻ ഓർക്കുന്നു, 2000 ഒരു ജനുവരി മാസത്തിൻ്റെ അവസാന ദിവസത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ വിശ്വാസ സ്നാനം സ്വീകരിച്ചു. അനുഗ്രഹീതനായ ഒരു അഭിഷിക്തൻ്റെ കൈക്കീഴിൽ. അവിടെ വിശ്വാസ സ്നാനം സ്വീകരിക്കുന്നതിന് മുൻപേ ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ കാലം മുതലേ ശരിക്കും പരിശുദ്ധാത്മാവിനോട് എനിക്ക് ഭയങ്കര ഇൻറ്റിമസി ഉണ്ടായിരുന്നു. കാരണം ദൈവാത്മശക്തി എൻ്റെ ശരീരത്തിൽ അനുഭവിച്ചപ്പോഴാണ് ഞാൻ കരഞ്ഞതും ഞാൻ പാപിയാണെന്ന് എനിക്ക് മനസ്സിലായതും എന്നിൽ കുറവുകളുണ്ടെന്നുള്ള ബോധ്യം വന്നതും എൻ്റെ ആത്മാവിനെ, എൻ്റെ ജീവിതത്തെ എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിച്ചു കൊടുത്തതും. താങ്ക് യു പ്രഷ്യസ് ജീസസ്. എന്നാൽ അതിനുശേഷം അത് കഴിഞ്ഞ് അല്പമായി സുവിശേഷം പറയാൻ തുടങ്ങി, വചനം പങ്കുവയ്ക്കാൻ തുടങ്ങി, കൂട്ടുകാരോടൊക്കെ യേശുവിനെ കുറിച്ച് പറയാൻ തുടങ്ങി, ലോക വഴികളിൽ നിന്ന് തെന്നി മാറിക്കൊണ്ട് കർത്താവിൻ്റെ കൃപയിലേക്ക് യാത്ര ചെയ്യാൻ തുടങ്ങി. ആ സമയത്താണ് 2000 വിശ്വാസ സ്നാനം സ്വീകരിക്കുന്നത്. ആ സ്നാനപ്പെട്ട് കഴിഞ്ഞ ആ ദിവസങ്ങളിൽ ഞാൻ പറയുന്നു, ആദ്യം ഒന്നും കൂടെ പറയുന്നു, ഞാൻ സ്നാനപ്പെടുന്നതിന് മുൻപേ പരിശുദ്ധാത്മാവിനെ അനുഭവിച്ചു. അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായവർ ഇതിനകത്തൊരു പക്ഷേ കാണാം. എന്നാൽ വിശ്വാസ സ്നാനം സ്വീകരിച്ചു കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ആ സമയങ്ങളിലാണ് എൻ്റെ ആത്മീക അനുഭവങ്ങളിൽ ഭയങ്കര വ്യത്യാസങ്ങൾ സംഭവിക്കാൻ തുടങ്ങിയത്. പ്രവാചകൻ പറഞ്ഞല്ലോ, ഇതാദ്യം പാദത്തോളം വന്നു, പിന്നത് മുട്ടോളം എത്തി, പിന്നത് അരയോളമായി, പിന്നെ അത് നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത വലിയ ജലപ്രവാഹമായി ആത്മനദിയായി തീർന്നു. ഡിഫറെന്റ് ലെവൽസ് ഓഫ് ദി അനോയിന്റിങ്. ഹല്ലേലൂയ. വ്യത്യസ്തമായ അളവുകൾ ഞാൻ അവിടെ കാണുകയാണ്. ആമേൻ.
എന്നാൽ ആത്മീയ അനുഭവം എനിക്ക് മറക്കാൻ പറ്റില്ല. കാരണം പരിശുദ്ധാത്മാവ് എന്നിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പലതിനെയും ജയിക്കാൻ പറ്റിയത്. ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ, പ്രത്യേകിച്ച് വിശ്വാസ സ്നാനം സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴൊക്കെ എൻ്റെ മുമ്പിൽ ഒത്തിരി ചലഞ്ചുകൾ ഉണ്ടായിരുന്നു. ഒരു ചെറുപ്പക്കാരന്, ഒരു യങ്സ്റ്ററിനുണ്ടാകുന്ന ഒത്തിരി ചലഞ്ചുകൾ. പക്ഷെ അതിനെയെല്ലാം ഓവർകം ചെയ്യുവാൻ എന്നെ സഹായിച്ചത്, കർത്താവിൻ്റെ സാക്ഷിയായി നിൽക്കുവാൻ എന്നെ സഹായിച്ചത് ഈ പരിശുദ്ധാത്മാവാണ്. എൻ്റെ കോളേജിൽ ഞാൻ പഠിച്ച, രക്ഷിക്കപ്പെട്ടതിന് ശേഷം, വിശ്വാസ സ്നാനം സ്വീകരിച്ചതിന് ശേഷം ഞാൻ പഠിച്ച എൻ്റെ കോളേജിൽ 200-ലധികം ചെറുപ്പക്കാരും എന്നെ പഠിപ്പിച്ച എൻ്റെ അധ്യാപകന് ഉൾപ്പെടെ രക്ഷിക്കപ്പെടണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിനിൽ വന്നതുകൊണ്ടും ഞാൻ പറയുന്ന യേശുവിനെ, ഞാൻ അവരോട് അറിയിക്കുന്ന സുവിശേഷത്തെ എൻ്റെ ജീവിത നിലവാരങ്ങൾ കൊണ്ട് അവർക്ക് ഏറ്റെടുക്കുവാനും കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് എൻ്റെ കൂട്ടുകാർ, എൻ്റെ കൂടെ പഠിച്ച സഹപാഠികൾ എനിക്ക് സബ്മിസീവായി ഞാൻ പറയുന്ന വചനം കേട്ട് എൻ്റെ കൈ അവരുടെ തലയിൽ വെക്കാൻ അവരനുവദിച്ചത്. ഞാൻ വളർന്ന എൻ്റെ വീട്ടിൽ എൻ്റെ മാതാപിതാക്കളെ കർത്താവിലേക്ക് നയിക്കാനും എന്നേക്കാൾ വളരെ മുതിർന്ന എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ, നിങ്ങൾക്കറിയാവുന്ന പാസ്റ്റർ ടിജിയെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ സിസ്റ്റർ ഹണിയെയും അബുദാബിയിൽ വെച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ അനുജന്റെ കൈക്കീഴിൽ സ്നാനപ്പെടാൻ ജ്യേഷ്ഠൻ ഏൽപ്പിച്ചു തന്നതും ഈ പരിശുദ്ധാത്മാവ് എന്നിൽ വരുത്തിയ രൂപാന്തരമാണ്. ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ പട്ടണത്തിൽ, എൻ്റെ പിതാക്കന്മാർ ജീവിച്ചിരുന്ന എൻ്റെ പട്ടണത്തിൽ, ഇതേ പട്ടണത്തിൽ ആയിരങ്ങളോടൊപ്പം ഞാൻ കർത്താവിനെ ആരാധിക്കുന്നതും ഇന്നും ഈ പട്ടണത്തിൽ പലരും സ്നേഹിക്കുന്നതും ഈ പരിശുദ്ധാത്മാവിനിൽ വന്നതുകൊണ്ടാണ്. ഹല്ലേലൂയ. അകലം വിട്ട് അനുഗമിക്കുന്ന പത്രോസിന് ഏത് കഥയും പറയാം, പക്ഷേ അടുത്തു വന്നാൽ നീ പൊട്ടിക്കരയും അവന്റെ നോട്ടത്തിന്റെ മുൻപിൽ. സ്തോത്രം. കർത്താവിൻ്റെ ആ പരിശുദ്ധാത്മാവ് എന്നിൽ വന്നില്ലായിരുന്നെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ് എന്നെ നിറച്ചില്ലായിരുന്നെങ്കിൽ, ഒരിക്കലും ഒരു കാരണവശാലും എനിക്ക് യേശുവിന്റെ സാക്ഷിയാകാൻ പറ്റത്തില്ല. ലോകത്തിന്റെ 40-ലധികം രാജ്യങ്ങളിൽ ഈ സുവിശേഷം എനിക്ക് പ്രസംഗിക്കാൻ പറ്റിയത് അവിടെയല്ല എൻ്റെ അമ്മാച്ചനും അമ്മച്ചിയും ആങ്ങളെയും ചേട്ടന്മാരും കുടുംബക്കാരും ഉള്ളത് കൊണ്ടല്ല. ഈ വാഗ്ദത്തമാ, when the Holy Spirit come upon you, you shall receive power. നീ ആ ശക്തി പ്രാപിച്ചിട്ട് ജെറുസലേമിലും യഹൂദിയിലും ശമരിയയിലും ലോകത്തിന്റെ അറ്റത്തോളം എൻ്റെ സാക്ഷിയാകുമെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ, എന്നെ സാക്ഷിയാക്കിയത് എൻ്റെ കഴിവല്ല. ഇന്നും യേശു ക്രിസ്തുവിൻ്റെ സാക്ഷിയാക്കി എന്നെ നിർത്തിയിരിക്കുന്നത് എൻ്റെ കുടുംബ പശ്ചാത്തലമോ ഞാനൊരു ബൈബിൾ സ്കോളറോ ഡോക്ടറേറ്റ് ഉള്ളവനോ ഒന്നും ആയതുകൊണ്ടല്ല. Only by the power of Holy Spirit, not by might, not by power, by my spirit, says the Lord. സൈന്യത്താലല്ല, ശക്തിയാലല്ല, യഹോവയുടെ ആത്മാവിനാൽ അത്രേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഈ സർവീസിൽ എനിക്ക് സ്നേഹത്തോടെ എൻ്റെ പ്രിയ സഹോദരങ്ങളോട് പറയുവാനുള്ളത്, ഇതൊരു അനുഭവമാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരിക എന്ന് പറയുന്നത് ഒരു അനുഭവമാണ്. അതൊരു ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് ആണ്. അതൊരു വലിയ ട്രാൻസ്ഫോർമേഷൻ ആണ്. ഞാൻ ഇന്നത്തെ മെസ്സേജിൽ നിങ്ങളോട് പറയട്ടെ, യു കനോട്ട് വിറ്റ്നസ് വിത്തൗട്ട് ദ ഹോളി സ്പിരിറ്റ്. നിങ്ങൾക്ക് ഞാൻ അങ്ങനെ തന്നെ ആ വാക്കുപിക്കുന്നു. യു കനോട്ട്. സാക്ഷിയാകാൻ പറ്റുന്നില്ലയോ? ആത്മാക്കളെ നേടാൻ പറ്റുന്നില്ലയോ? ആത്മാക്കളെ നേടാൻ പറ്റുന്നില്ലയോ? സ്നാനത്തിലേക്ക് നയിക്കാൻ പറ്റുന്നില്ലയോ? പിശാചിന്റെ ബന്ധനത്തിൽ നിന്ന് ആൾക്കാരെ വിടുവിച്ചെടുക്കാൻ പറ്റുന്നില്ലയോ? ചോദിക്കും മനസാക്ഷിയോട്. നിങ്ങളുടെ ശുശ്രൂഷയിൽ രോഗികൾ സൗഖ്യമാകുന്നില്ലയോ? ഇല്ലെന്നുണ്ടെങ്കിൽ പോയിരുന്ന് പ്രാർത്ഥിച്ച് അഭിഷേകം പ്രാപിക്കും. വന്നിട്ടില്ല സാധനം ഇതുവരെ. സ്തോത്രം. വന്നെന്നങ്ങ് തന്നെ തോന്നുക, പിന്നെ ഒരു പുറമേ ഉള്ള ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോവാ. നോ,
പരിശുദ്ധാത്മാവിനെ കൂടാതെ യേശുവിന്റെ സാക്ഷിയാകാൻ പറ്റത്തില്ല. യു cannot witness without the Holy Spirit. അതിന്റെ ഗ്രേറ്റ് ആൻഡ് ഗുഡ് എക്സാമ്പിൾ ആണ് യേശു ക്രിസ്തു. വേറെ എങ്ങോട്ടും പോകണ്ട. യേശു ക്രിസ്തു സകലത്തിലും നമുക്ക് മാതൃകയായവനാണ്. ഞാൻ ഇങ്ങനെയാ പറയുന്നത്, ഈസ് എ ഗുഡ് എക്സാമ്പിൾ, ഈസ് എ ഗ്രേറ്റ് എക്സാമ്പിൾ. പ്രസംഗിക്കുന്നവർ ഇത് ശ്രദ്ധിക്കണം, പാട്ടുകാരിത് ശ്രദ്ധിക്കണം, പ്രവാചകരിത് ശ്രദ്ധിക്കണം. എന്നെ ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരും ഇത് 5 മിനിറ്റ് കേട്ടിട്ടേ പോകാവൂ. നിങ്ങൾക്ക് പ്രയോജനമുള്ള കാര്യം പറയുന്നേ. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണ്ട, വചനം ശ്രദ്ധിക്കുക. നമ്മളെല്ലാരും പറയാറുണ്ട് യേശുവിനെ പോലെ ആകണം, യേശുവിനെ നോക്കണം, യേശുവിനെ അനുഗമിക്കണം. യെസ്, അങ്ങനെ തന്നെ വേണമെന്നാ എബ്രായർ 3:1 പറയുന്നേ. വിശ്വാസത്തിന്റെ എബ്രായർ 3:1 പറയുന്ന യേശുവിനെ ശ്രദ്ധിച്ചു നോക്കാനാ അല്ലേ? വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും ശ്രേഷ്ഠ മഹാപുരോഹിതനുമാകുന്ന യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. ശ്രദ്ധിച്ചു നോക്കുക, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. വേറെ പലതും പഠിക്കാൻ പോകുന്നതിന് മുമ്പ് യേശുവിന്റെ ലൈഫ് ഒന്ന് പഠിക്കുക. യേശു എങ്ങനെ മിനിസ്റ്റർ ചെയ്തതെന്നൊന്ന് മനസ്സിലാക്കുക. എബ്രായർ 12:2 പറയുന്നു, വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമായ യേശുവിനെ നോക്കി നിങ്ങളുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുക. യേശുവിനെ നോക്കുക, യേശുവിനെ നോക്കുക, യേശുവിനെ നോക്കുക, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. ലുക്കിംഗ് അൻടു ജീസസ്, ദ ഓഥർ ആൻഡ് ഫിനിഷർ ഓഫ് അവർ ഫെയ്ത്ത്. യേശുവിനെ നോക്കുക, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 5 മിനിറ്റ് കർത്താവിന്റെ മിനിസ്ട്രി, യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ നമുക്കൊന്ന് ശ്രദ്ധിക്കാം, ഒന്ന് നോക്കാം പ്രിയപ്പെട്ടവരെ. അതിന് യേശുവിന്റെ ശുശ്രൂഷയിൽ നമുക്കറിയാം, ലൂക്കോസ് 3:23 വചനം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, അവൻ തൻ്റെ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം 30 വയസ്സായിരുന്നു എന്നാണ്. തൻ്റെ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ. ഇന്ന് ഞാൻ പ്രസംഗിക്കുന്നത് ദ വർക്ക് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ എന്ന വിഷയമാണ്. ഇനി ഒരു സത്യം ഞാൻ പറയട്ടെ, അപ്പോസ്തല പ്രവൃത്തികൾ ഉണ്ടായത് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നവനായതുകൊണ്ടാണ്. എന്തായിരുന്നു യേശുവിന്റെ ശുശ്രൂഷയുടെ പ്രത്യേകത? എങ്ങനെയാണ് അത് ആരംഭിച്ചത്? 23 വാക്യത്തിൽ അത് ആരംഭിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ 21 വാക്യത്തിലാണ് പറയുന്നത്, ജനമെല്ലാം സ്നാനമേൽക്കുകയിൽ യേശുവും സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. ജനമെല്ലാം സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് യേശുവിന്റെ മേൽ പ്രാവെന്ന പോലെ ഇറങ്ങി വന്നു. ശ്രദ്ധിക്കണം, കഴിഞ്ഞ 30ഓളം വർഷം ദൈവപുത്രനായവൻ, ദൈവമായിരുന്നവൻ, ദൈവസന്നിധിയിൽ ഈ ഒരു സമയത്തിനു വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പുണ്ടായിരുന്നു. ഇന്നത്തെ മെസ്സേജ് എന്ന് പറയുന്നത്, ഏറ്റെടുക്കുന്ന ഒരുവൻ അവൻ്റെ ലൈഫ് ഏത് രീതി വരുമെന്നൊന്നും നമുക്ക് പ്രവചിക്കാൻ പോലും പറ്റുകയില്ല. പക്ഷെ അവനെ അത് കേൾക്കാതെ, അവൻ്റെ ചിന്തയെ ഇങ്ങനെ മറിച്ച് കളഞ്ഞ് ശ്രദ്ധിക്കാൻ പറ്റാതെ, അവൻ്റെ മൈൻഡ് റൂട്ട് തെറ്റിച്ച് ഒന്നും പിടികിട്ടാതിരിക്കാൻ നിൽക്കുന്ന എന്താ യേശു പറഞ്ഞ പോലെ കള വിതയ്ക്കാൻ നിൽക്കുന്ന ആ ഈവിൾ സ്പിരിറ്റിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് വേണം. ഞാനതാ ഇന്നത്തെ മെസ്സേജ് തുടങ്ങിയപ്പോൾ തുടക്കത്തിൽ തന്നെ പ്രാർത്ഥിച്ചത് ആത്മാർത്ഥമായി, കർത്താവേ ഇവരുടെ മൈൻഡിനെ, സ്പിരിറ്റിനെ, ബോഡിയെ, എല്ലാ ഇമോഷൻസിനെയും പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണമെന്ന്. ബിക്കോസ് ഇതിനപ്പുറമായിട്ട് നിന്റെ ജീവിത നിലവാരം ഉയർത്തപ്പെടാനും, ശുശ്രൂഷയിൽ പ്രയോജനപ്പെടാനും, ജീവിതം അനുഗ്രഹിക്കപ്പെടാനും വേറൊരു മെസ്സേജ് ഐ എം വെരി സോറി എനിക്ക് തരാനില്ല. യേശു കർത്താവ് തന്റെ പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുൻപ് 30ഓളം വർഷങ്ങളുടെ കാത്തിരിപ്പ്, ആ കാത്തിരിപ്പ്, ആ ഒരു പെർഫെക്റ്റ് ടൈമിങ് എന്തിനു വേണ്ടിയായിരുന്നെന്നറിയാമോ? മറ്റൊന്നിനുമല്ലായിരുന്നു.
യേശു ക്രിസ്തു വാക്കിൽ, പ്രവൃത്തിയിൽ, ശുശ്രൂഷയിൽ, ജീവിതത്തിൽ നമുക്ക് മാതൃകയാകുകയായിരുന്നു. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ഗുഡ് ആൻഡ് ഗ്രേറ്റ് എക്സാമ്പിൾ ഫോർ us. ഈ യേശുവിനെയാണ് പോൾ മാതൃകയാക്കിയത്. ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ അനുകാരികളാകുവിൻ. പോൾ ഇമിറ്റേറ്റഡ്, അല്ലെങ്കിൽ പൗലോസ് അനുകരിച്ചത്, പൗലോസ് ഫോളോ ചെയ്തത്, പൗലോസ് അഡോപ്റ്റ് ചെയ്തത് യേശുവിന്റെ ലൈഫായിരുന്നു. അപ്പോസ്തലന്മാർ ഏറ്റെടുത്തത്, ജീവിച്ചത് യേശു ക്രിസ്തുവിന്റെ ജീവിത നിലവാരത്തിൽ നിന്നതുകൊണ്ടാണ് അന്ത്യോക്യയിൽ വെച്ച് അപ്പോസ്തലന്മാരെ നോക്കി നാട്ടുകാര് പറഞ്ഞത് അവർ ക്രിസ്ത്യാനികളാണെന്ന്. കാരണം അവർ ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞത് വേഷഭൂഷാദികളിലല്ല, വാക്കിലല്ല, വടിയിലല്ല, തൊപ്പിയിലല്ല, മറ്റൊന്നിലുമല്ല. അവർ ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞത് അവരുടെ മേൽ വെളിപ്പെട്ടു നിന്ന പരിശുദ്ധാത്മാവിലായിരുന്നു. യേശു കർത്താവ് സ്നാനപ്പെട്ട് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവന്ന രൂപത്തിൽ അവന്റെ മേൽ ഇറങ്ങി. ആ പരിശുദ്ധാത്മാവ് യേശുവിന്റെ മേൽ വന്നതിന് ശേഷം 3-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ അത് വായിച്ചു കഴിഞ്ഞിട്ട് ലൂക്കോസ് 4-ലേക്ക് പോകുമ്പോൾ അതിന്റെ 1-ാമത്തെ വാക്യം പറയുന്നു, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്കും നടത്തി. And Jesus being full of the Holy Ghost, യേശു ക്രിസ്തു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. താങ്ക് യു ലോർഡ് ജീസസ്. നാട്ടുകാര് നോക്കുമ്പോൾ എന്തോ ഒരു ഒച്ച കേട്ടു. ജോർദാന്റെ കരയിൽ ചുറ്റും കൂടി നിൽക്കുന്നവർ നോക്കുമ്പോൾ എന്തൊക്കെയോ അവർ കണ്ടു, എന്തൊക്കെയോടെ സംഭവിച്ചു. കണ്ടവരും കേട്ടവരും പലതും മറന്നു. പക്ഷേ യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവൻ യോർദാൻ വിട്ടു മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പട്ടണത്തിൽ മാത്രമല്ല പിശാച്, സിറ്റിയിൽ മാത്രമല്ല, കാലിഫോർണിയയിൽ മാത്രമല്ല, ലോസ് ഏഞ്ചലസിൽ മാത്രമല്ല. പിശാച് സിറ്റികളിൽ, എറണാകുളം സിറ്റിയിൽ MG റോഡിന്റെ അവിടെ മാത്രമല്ല, പട്ടണങ്ങളിൽ മാത്രമല്ല. പിശാച് മരുഭൂമിയിലും ഉണ്ടായിരുന്നെന്ന. കാരണം അവൻ ടാർഗറ്റ് ചെയ്യുന്നത് പട്ടണത്തെയോ, അവൻ ടാർഗറ്റ് ചെയ്യുന്നത് ഗ്രാമത്തെയോ, അവൻ ടാർഗറ്റ് ചെയ്യുന്നത് സിറ്റിയോ സിറ്റി അല്ലാത്തതിനെ ഒന്നുമല്ല. അവൻ ടാർഗറ്റ് ചെയ്യുന്നത് ദൈവപ്രവർത്തികളെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു. കാരണം യേശു കർത്താവ് ഫുൾ ഓഫ് ദി ഹോളി സ്പിരിറ്റിലാണ്, ആ പരിശുദ്ധാത്മ നിറവിലാണ്. ലെവൽസ് ഓഫ് അനോയിന്റിംഗ്. 4-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങൾ വരുമ്പോൾ 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലാണ് യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങിയത്. പരീക്ഷകൾ നടന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറെ കാലത്തേക്ക് അവനെ വിട്ടുമാറി. He departed from him for a season. Thank you, Holy Ghost. യേശു കർത്താവ് പരീക്ഷിക്കപ്പെടുവാൻ ചില ദിവസങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ആ പരീക്ഷകളെ പരിശുദ്ധാത്മാവിനാലും വചനത്താലും, വായി തുറന്ന് പറഞ്ഞേ, പരിശുദ്ധാത്മാവിനാലും വചനത്താലും, പരിശുദ്ധാത്മാവിനാലും വചനത്താലും. പിശാച് ഓരോ കാര്യങ്ങൾ യേശുവിനോട് പറയുമ്പോഴും യേശു ക്രിസ്തു പിശാചിനോട് ഉത്തരം പറഞ്ഞത് വചനത്തിലൂടെയാണ്. ഈ കല്ലിനോട് നീ അപ്പമായി തീരാൻ സാത്താൻ യേശുവിനോട് പറയുമ്പോൾ സാത്താനോട് യേശു പറഞ്ഞത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ടും ജീവിക്കുന്നല്ലോ എന്ന് എഴുതിയിരിക്കുന്നല്ലോ, എഴുതിയിരിക്കുന്നല്ലോ. എഴുതപ്പെട്ട വചനത്താൽ പിശാചിനെ നേരിട്ടു. പറഞ്ഞേ, പരിശുദ്ധാത്മാവിനാലും വചനത്താലും എനിക്ക് ജയമുണ്ട്. ഒന്നും കൂടെ ഞാനൊരു പ്രവചനം പോലെ പറയട്ടെ. പരിശുദ്ധാത്മ ശക്തി നിറവിനാലും അല്ലെങ്കിൽ പരിശുദ്ധാത്മ ശക്തിയാലും ദൈവത്തിന്റെ വചനത്താലും സാത്താന് നിന്നെ തൊടാൻ പറ്റാത്തൊരു സീസൺ നിന്റെ മുമ്പിൽ ദൈവം ഓപ്പൺ ആക്കും. He departed from him for a season. കുറെ കാലത്തേക്ക്, ആ കുറെ കാലത്തേക്ക് സാത്താൻ വിട്ടുമാറി ഒന്നും ചെയ്യാൻ പറ്റാതെ നിന്ന കാലഘട്ടത്തിലാണ് അന്ധന്റെ കണ്ണു തുറന്നത്, ചെകിടന്റെ ചെവി കേട്ടത്, ഊമൻ സംസാരിച്ചത്, കൂനയായ സ്ത്രീ നിവർന്നത്, പച്ചവെള്ളം വീഞ്ഞായത്, കടലിന്റെ മുകളിലൂടെ നടന്നത്.
പിന്നെ ഈ കഥാപാത്രത്തെ കാണുന്നത് വീണ്ടും അടുത്ത പ്രാർത്ഥനയുടെ ഗതശമനയിലാണ്. Thank you, Lord Jesus. He departed from him for a season. I loved. എനിക്ക് ഇംഗ്ലീഷ് പദമായി ഇഷ്ടപ്പെട്ട. മലയാളത്തിൽ പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറെ കാലത്തേക്ക് അവനെ വിട്ടുമാറി എന്ന് പറയുമ്പോൾ ലൂക്കോസ് ആത്മാവിൽ പറഞ്ഞു അതൊരു സീസൺ ആയിരുന്നു. That is a season. Hallelujah. ഇന്ന് പകൽ പരീക്ഷിക്കപ്പെടുവാൻ നിനക്കൊരു സീസൺ ഉണ്ടെങ്കിൽ, ഞാൻ ആത്മാവിൽ പറയട്ടെ, പരീക്ഷിക്കപ്പെടുവാൻ നിനക്കൊരു സീസൺ ഉണ്ടെങ്കിൽ, പ്രതിസന്ധി അനുഭവിക്കാൻ നിനക്കൊരു കാലമുണ്ടെങ്കിൽ, പ്രശ്നം അനുഭവിക്കാൻ നിനക്കൊരു കാലമുണ്ടെങ്കിൽ, നിന്നെ അനുഭവിക്കാൻ നിനക്കൊരു കാലമുണ്ടെങ്കിൽ, സാത്താന് നിന്റെ കുടുംബത്തെ വളഞ്ഞിട്ട് പലതും പറയാനും ചെയ്യാനും ഒക്കെ ഒരു കാലമുണ്ടായിരുന്നെങ്കിൽ, അവിടെയെല്ലാം നീ വചനത്തിലും പരിശുദ്ധാത്മാവിലും ആശ്രയിച്ച്, അവിടെയെല്ലാം നീ വചനത്തിലും പരിശുദ്ധാത്മാവിലും ആശ്രയിച്ച്, അവിടെയെല്ലാം നീ വചനത്തിലും പരിശുദ്ധാത്മാവിലും ആശ്രയിച്ച് നിലനിൽക്കുന്നെങ്കിൽ, പിശാചിന് നിന്നെ തൊടാൻ കഴിയാത്ത, നിന്റെ ശ്രുതി ദേശമെങ്ങും പരക്കുന്ന ഒരു സീസൺ സ്വർഗം നിന്റെ മുമ്പിൽ ഓപ്പൺ ആക്കുമെന്ന് ഇന്ന് പകൽ സ്വർഗം നിന്നോട് ഇടപെടുകയാണ്. 14-ാമത്തെ വാക്യം പറയുന്നു. 13-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത് അങ്ങനെ പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം devil departed from him for a season. Next word, യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു. അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു. ഒരു പർട്ടിക്കുലർ മേഖലയിൽ വെച്ച് ഒതുക്കിക്കളയാൻ, തീർത്ത് കളയാൻ, പരീക്ഷിക്കാൻ, അപായപ്പെടുത്തുവാൻ ശ്രമിച്ച പൈശാചിക മണ്ഡലത്തെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിന്നുകൊണ്ടും വചനത്തിൽ നിന്നുകൊണ്ടും യേശു കർത്താവ് ജയിച്ച് കാണിച്ചത് യേശുവിന് ജയിക്കാൻ അറിയാൻ മേലാഞ്ഞല്ല. ഈസ് ദ ഗ്രേറ്റ് എക്സാമ്പിൾ ഫോർ us. യേശുവിനെ നിങ്ങൾ അങ്ങനെ കാണണം. പാപമൊഴികെ അവൻ സകലത്തിലും നമുക്ക് തുല്യനായി, അല്ലെങ്കിൽ മാതൃകയായി, സകലത്തിലും തുല്യനായി. താങ്ക് യു ജീസസ്. ലൂക്കോസ് 4:1 എഴുതിയിരിക്കുന്നത് യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി എന്നാണ്. അവിടെ ഫുൾ ഓഫ് ദി ഹോളി ഗോസ്റ്റ്, ഫുൾ ഓഫ് ദി ഹോളി സ്പിരിറ്റ് എന്ന പദമാണ്. എന്നാൽ ലൂക്കോസ് 4:14 എഴുതിയിരിക്കുന്നത് and Jesus returned into the power of the Spirit into Galilee എന്നാണ്. പവർ, നിറവിൽ നിന്ന് ശക്തിയിലേക്ക്. പരീക്ഷകളെ ജയിച്ചു കഴിഞ്ഞപ്പോൾ ലഭ്യമായ നിറവിൽ നിന്നുകൊണ്ട് വചനത്തിലൂടെ പൈശാചിക മണ്ഡലങ്ങളെ ഓവർകം ചെയ്തപ്പോൾ, ടെംപ്റ്റേഷൻസിനെ ജയിച്ചു കഴിഞ്ഞപ്പോൾ ഷിഫ്റ്റ് നടക്കുകയാണ് നിറവിൽ നിന്ന് ശക്തിയിലേക്ക്. ഹല്ലേലൂയ. ആ ശക്തി പ്രാപിച്ച കർത്താവ് ഒറ്റ ചാപ്റ്ററിൽ നിന്നാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 4:1, ലൂക്കോസ് 4:1, ലൂക്കോസ് 4:13-14. ആ നിറവിൽ നിന്ന് ശക്തിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ലൂക്കോസ് 4:18-19 യേശു കർത്താവ് ആലയത്തിൽ വന്നു നിന്നിട്ട് പബ്ലിക്കലി പറഞ്ഞു, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവിന്റെ മേളിലുണ്ട്. കൺഫേംഡ്. എന്നെ കാണുന്ന ജീസസ് ഈസ് അലൈവ് യൂട്യൂബ് ചാനലിൽ, എൽ ഷഡായിയുടെ ഫേസ്ബുക്ക് പേജിൽ എന്നെ കാണുന്നവർ ഈ വാക്യം ശ്രദ്ധിച്ചോ? സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തു. അപ്പൊ സുവിശേഷം അറിയിക്കാൻ എന്നാ വേണം? അഭിഷേകം. എന്ന് പറഞ്ഞാൽ എന്തുവാ? അഭിഷേകം ഉള്ളവൻ അറിയിക്കേണ്ടത് ആ സുവിശേഷം. അഭിഷേകം നിന്റെ മേലിലുണ്ടെങ്കിൽ നീ പറയുന്ന സുവിശേഷം കൺഫേം ചെയ്യും. ലിസൺ, സുവിശേഷം നല്ല വിശേഷം, ഗുഡ് ന്യൂസ്. സുവിശേഷം കൺഫേംഡ് ആകുന്നത് അഭിഷേകത്തിലാണ്. അതെങ്ങനെ പാസ്റ്ററെ? അവർ പ്രസംഗിച്ച വചനങ്ങളെ അവൻ അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും ഉറപ്പിച്ചു. യേശു നിന്നെ സൗഖ്യമാക്കും എന്ന് നീ സുവിശേഷം അല്ലെങ്കിൽ കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ, യേശു നിന്നെ സൗഖ്യമാക്കുമെന്ന് പറയുന്നത് അവന്റെ ജീവിതത്തിൽ കൺഫേംഡ് ആക്കുന്നത് നിന്റെ മേലുള്ള അനോയിന്റിങ് അവനിൽ റിലീസ് ആകുമ്പോഴാണ്. സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേളിൽ ഉണ്ട്.
സംശയരഹിതമായ, സംശയമില്ലാത്ത, ഒട്ടും യാതൊരു തരത്തിലുള്ള കൺഫ്യൂഷൻസും ഇല്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണത്. അവന്റെ ആത്മാവ് എൻ്റെ മേളിലുണ്ട്. ആത്മാവെന്റെ മേളിൽ ഉള്ളത് കൊണ്ട് ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതരെ വിടുവിച്ചയപ്പാനും. താങ്ക് യു ജീസസ്. അവന്റെ അഭിഷേകം, അവന്റെ ആത്മാവ് എൻ്റെ മേളിലുണ്ട്. അപ്പൊ ഞാൻ ഈ കഴിഞ്ഞതിന്റെ മുമ്പത്തെ ഞായറാഴ്ച നിങ്ങളോടൊരു കാര്യം പറഞ്ഞിരുന്നു. അതെന്തായിരുന്നു? ദൈവത്തിന്റെ ഹിതം ഈ ഭൂമിയിൽ നിവർത്തിച്ചവനാണ് പുത്രനായ യേശു. പിതാവിന്റെ ഇഷ്ടം മാത്രമേ പുത്രൻ ഈ ഭൂമിയിൽ ചെയ്തിട്ടുള്ളൂ. എനിക്ക് ദൈവഹിതം ചെയ്യണം, ദൈവഹിതം നടപ്പാക്കണമെന്ന് ഉപവസിക്കുന്നവരുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ സ്നേഹത്തോടെ ഞാൻ അവരോട് പറയുന്നു, യേശുവിനെ നോക്കൂ. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ചെയ്തത് മുഴുവൻ പിതാവിന്റെ ഇഷ്ടമായിരുന്നു. സ്തോത്രം. മക്കളെ, ഭയങ്കര ആത്മഭാരത്തോടെ എന്ന് ഞാൻ പ്രസംഗിക്കുന്നതെന്ന് എനിക്കറിയാം. ഞാൻ എൻ്റെ സാക്ഷ്യം പറഞ്ഞ ഇന്നത്തെ മീറ്റിംഗ് തുടങ്ങി. എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നു. എനിക്കെല്ലാം ഒരു കഥയായിരുന്നു. ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. ഈ സെയിം ഹോളി സ്പിരിറ്റ് അല്ലേ, ഈ സെയിം യേശുവിന്റെ ആത്മാവല്ലേ, പരിശുദ്ധാത്മാവല്ലേ നമ്മളിലേക്ക് വന്നത്? മത്തായി 12:28 വായിക്കുമ്പോൾ ആ പള്ളിയിൽ ഇരുന്ന മുഴുവൻ ആൾക്കാരും പ്രശ്നം ഉണ്ടാക്കി. യേശു ഭൂതങ്ങളെ പുറത്താക്കിയ ഉടനെ ഇവർക്ക് ഈ പഠിച്ച അറിവ് മാത്രമേ ഉള്ളൂ. അവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മ പ്രവൃത്തികൾ അവർ കണ്ടിട്ടില്ല. സ്തോത്രം. പരിശുദ്ധാത്മ പ്രവൃത്തി അവർ കണ്ടിട്ടില്ല. യേശു ക്രിസ്തു ഈ ഭൂതത്തെ പുറത്താക്കിയപ്പം അവിടെ ഇരുന്ന എല്ലാവരും പറഞ്ഞു, ഉറപ്പായിട്ട് ഇവന് നല്ല ആത്മാവല്ല. കാരണം ഭൂതത്തോട് ഇറങ്ങിപ്പോകാൻ ഇവൻ പറഞ്ഞപ്പോൾ ഭൂതം ഇറങ്ങിപ്പോയല്ലോ, അവള് ഫ്രീ ആയല്ലോ. അപ്പൊ ഇവന്റെ മേളിൽ ഭൂതം തന്നെയാ. യേശുവിനെ ഏറ്റവും കൂടുതൽ പരിഹസിച്ച് പറഞ്ഞ പദങ്ങളിൽ, കളിയാക്കി പറഞ്ഞ പദങ്ങളിൽ അതിപ്രധാനപ്പെട്ട ഒരു പദമാണ് ഇവന്റെ മേളിൽ പിശാചാണ്, ഭൂതമാണ്. ഈ ഭൂതമായി പറയുന്നേ ഏതാ? ഭൂതം ദൈവത്തോട് പറയുക, നിനക്കെന്തുവാ? ഭൂതമാണ്. പക്ഷെ ദൈവം ഒന്നും മൈൻഡ് ചെയ്യാൻ പോയില്ല. ദൈവത്തിനറിയാം ഈ പറഞ്ഞവൻ ഭൂതമാണ്. മനസ്സിലാകുന്നു? അതുകൊണ്ട് മിണ്ടണ്ട. ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിലോ, അവിടെ യേശു എന്തോ പറഞ്ഞു, ബട്ട് ഇഫ് ഐ കാസ്റ്റ് ഔട്ട് ഡെവിൾ ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. യേശു പറഞ്ഞു, മക്കളെ ശ്രദ്ധിക്കണം, യേശു പറഞ്ഞു, ഞാൻ ഭൂതത്തെ പുറത്താക്കിയത് ഭൂതങ്ങളെ കൊണ്ടല്ല, ഞാൻ ഭൂതത്തെ പുറത്താക്കി. കാരണം സാത്താനുമായിട്ട് വഴക്കുണ്ടാകത്തില്ല, അറിയാവോ? അവരുടെ രാജ്യം ഭയങ്കരമാണ്. വേറൊരു വിങ്ങ. അത് അവർ തമ്മിൽ അടിയില്ല, വഴക്കില്ല. അതുകൊണ്ടാണല്ലോ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ 6000 ഭൂതം ഒറ്റ ശരീരത്തിനകത്ത് ഒരുത്തന്റെ ജീവിതത്തിൽ വർഷങ്ങളായിട്ട്, ലഗ്യോൻ ബാധിച്ചവന്റെ ജീവിതത്തിൽ ശരീരത്തിൽ 6000 ഭൂതം വർഷങ്ങളായിട്ട് ഒറ്റ ശരീരത്തിൽ ഇരുന്നു. പിശാച് തമ്മിൽ ഒരിക്കലും വഴക്കുണ്ടാകുന്നില്ല, അവർ തമ്മിൽ ചിത്രിക്കത്തില്ല. അവർ ഒറ്റക്കെട്ട്, അവരുടെ വിഷൻ ഒന്നാണ്. ലിസൺ, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പൈശാചിക മണ്ഡലത്തിന് എല്ലാ കാലത്തും അവരുടെ ഐക്യതയും അവരുടെ കാഴ്ചപ്പാടും ഒന്നാണ്. അതുകൊണ്ടാ എഫേസ്യർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞേ, ദൈവമക്കളാകുന്ന നമ്മൾ ആത്മാവിന്റെ ഐക്യത, സമാധാന ബന്ധത്തിൽ കാക്കാൻ ശ്രമിക്കണം. താഴോട്ട് വന്നിട്ട് പറയുന്നു, സമാധാനത്തിന്റെ ദൈവമോ സാത്താനെ വേഗത്തിൽ നിങ്ങളുടെ കാൽ കീഴെ ചതയ്ക്കുമെന്ന്. പൈശാചിക മണ്ഡലത്തെ വെല്ലുന്ന ഒരു ഐക്യത സഭയ്ക്കകത്തുണ്ടെങ്കിൽ സഭയുടെ കാൽ കീഴെ ചതയും പൈശാചിക മണ്ഡലം. സ്തോത്രം. ഇവിടെ യേശു പറയുന്നു, ഞാൻ ഡെവിൾസിനെ പുറത്താക്കിയത് ദൈവാത്മാവില. എന്നെ ഭയങ്കരമായി, ഞാൻ കുറച്ചു നേരം ലൈവിൽ എന്നെ കാണുന്ന എൻ്റെ സഹോദരങ്ങളോട് പറയും, കുറച്ചു നേരം ഞാൻ ഇങ്ങനെ ആ വാക്യം വായിച്ച് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ എൻ്റെ ഉള്ളം പറഞ്ഞു, എൻ്റെ യേശുപ്പ, അങ്ങയ്ക്ക് ഭൂതത്തെ പുറത്താക്കാൻ ദൈവാത്മാവിനെ വേണമായിരുന്നുവോ?
അങ്ങയ്ക്ക് സുവിശേഷം അറിയിപ്പാൻ ദൈവാത്മാവിന്റെ സഹായം വേണമായിരുന്നുവോ? അങ്ങല്ലയോ ആത്മാവിനെ നൽകുന്നവൻ, അങ്ങല്ലയോ ഞങ്ങളെ അഭിഷേകം ചെയ്യുന്നവൻ. യേശു എന്നോട് പറഞ്ഞു, മോനെ, ഐ ആം ദ ഗ്രേറ്റ് എക്സാമ്പിൾ ഫോർ യു. ഞാൻ നിനക്ക് മാതൃക വെച്ചതാ. ഈ ഭൂമിയിൽ ഞാൻ വന്നത് ഒരു ഭാഗത്ത് ദൈവമായും മറുഭാഗത്ത് മനുഷ്യപുത്രനുമായ. ഒരു നാണയത്തിന് രണ്ട് വശം. യേശു പകുതി ദൈവവും പകുതി മനുഷ്യനും അല്ല കേട്ടോ. അങ്ങനെ ആരാണ്ടൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ട്. ഒരു കോയിൻ, ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുള്ളതുപോലെ ഒരു ഭാഗം അവൻ ദൈവവും പൂർണ്ണ ദൈവവും മറുഭാഗം അവൻ പൂർണ്ണ മനുഷ്യനുമായിരുന്നു ഈ ഭൂമിയിൽ. അതെന്തിനു വേണ്ടി എന്നുള്ളത് ഞാൻ കഴിഞ്ഞ മെസ്സേജുകളിൽ കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് സവിസ്തരം പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു. അവൻ ദൈവമായതുകൊണ്ടാ കടലിന്റെ മുകളിലൂടെ നടന്നേ. അവൻ മനുഷ്യപുത്രനായതുകൊണ്ടാണ് ക്രൂശിൽ കരഞ്ഞത്. അവൻ ദൈവമായതുകൊണ്ടാണ്, സ്തോത്രം, 5 അപ്പവും 2 മീനും എടുത്ത് വർദ്ധിപ്പിച്ച് വിളമ്പിയത്. അവൻ മനുഷ്യനായതുകൊണ്ടാണ് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞത്. അവൻ ദൈവമായതുകൊണ്ടാണ് ഒരേ സ്ഥലത്ത് ഒരേ വീട്ടിൽ, ലാസറിന്റെ വീട്ടിൽ ബഥാനിയിൽ നിന്നുകൊണ്ട് അവർ കരയുന്ന കണ്ടപ്പോൾ അവൻ കരഞ്ഞത് അവൻ മനുഷ്യപുത്രനായതുകൊണ്ടാണ്. എന്നാൽ അതേ മനുഷ്യപുത്രൻ ചില മിനിറ്റുകൾക്കകത്ത് നടന്ന് കല്ലറവാതിക്കൽ വന്ന് നിൽക്കുമ്പോൾ ദൈവപുത്രനായി മാറുകയാണ്. ലാസറെ പുറത്തു വരിക എന്ന് പറയുകയാണ്. യേശുക്രിസ്തു എൻ്റെ മാതൃക. ആ യേശുവിനെ ഭൂതത്തെ പുറത്താക്കാൻ പരിശുദ്ധാത്മാവ് വേണമായിരുന്നെങ്കിൽ, യേശുക്രിസ്തുവിന് രോഗികളെ സൗഖ്യമാക്കുവാൻ 30 വർഷം ഈ പരിശുദ്ധാത്മാവ് തൻ്റെ മേൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യണമായിരുന്നെങ്കിൽ. തിങ്ക് അബൌട്ട് യുവർ സെൽഫ്. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കൂ. പരിശുദ്ധാത്മാവിനെ കൂടാതെ, തൻ്റെ ശക്തി കൂടാതെ ദൈവരാജ്യത്തിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങളെ തന്നെ നിങ്ങൾ ശോധന ചെയ്യൂ. അപ്പോസ്തലന്മാരോ? അനന്തര എക്സാമ്പിൾ. അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷ എന്തുവായിരുന്നു? അപ്പോസ്തലന്മാർ ആരായിരുന്നു പ്രിയപ്പെട്ടവരെ? അപ്പോസ്തല പ്രവൃത്തി 4:13 പറയുന്നു, നൗ വാസ് ദേ ഒബ്സർവ്ഡ് ദ കോൺഫിഡൻസ് ഓഫ് പീറ്റർ. ആ പദമൊക്കെ ശ്രദ്ധിച്ചോണം കേട്ടോ. അപ്പോസ്തല പ്രവൃത്തി 4:13 വാക്യം. നൗ വാസ് ദേ ഒബ്സർവ്ഡ് ദ കോൺഫിഡൻസ് ഓഫ് പീറ്റർ ആൻഡ് ജോൺ and understand that they were uneducated and untrained men. They were amazed. Uneducated and untrained. വിദ്യാഭ്യാസം ഇല്ലാത്തവരും യാതൊരു തരത്തിലുള്ള ട്രെയിനിങ്ങുകളില്ലാത്തവരുമായിരുന്നു. Now was they observed. അവര് പത്രോസിന്റെയും യോഹന്നാന്റെയും മിനിസ്ട്രി ഒബ്സർവ് ചെയ്തു. അവിടുത്തെ സന്നിധി സംഘങ്ങളെ, യഹൂദന്മാർ, അവിടെ നിന്നവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ശുശ്രൂഷ ഒബ്സർവ് ചെയ്തു. സത്യം പറഞ്ഞാൽ അസൂയ ഉണ്ടെങ്കിൽ പോലും അതുണ്ട്. അസൂയ ഉണ്ടെങ്കിൽ പോലും, ഹൃദയത്തിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും, the Bible says they were amazed. അവരെ ഞെട്ടിച്ചു കളഞ്ഞു അവരുടെ ശുശ്രൂഷ. ഇത് പരീശന്മാർ പോലും പറഞ്ഞെന്നേ. ഈ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പം നിക്കോദിമോസ് എന്ന് പറഞ്ഞ മനുഷ്യൻ യേശുവിനെ കാണാൻ വന്നല്ലോ അല്ലെ. ആ നിക്കോദിമോസ് യേശുവിനോട് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. പരീശന്മാരിൽ പ്രമാണിയാ പുള്ളി. ആ പരീക്ഷ പ്രമാണി യേശുവിനോട് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ദൈവം നിന്റെ കൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന പ്രവൃത്തിയൊന്നും ആർക്കും ചെയ്യാൻ പറ്റില്ല. പിന്നെ എൻ്റെ കൂടെ നിൽക്കുന്ന കുറെ പരീക്ഷന്മാർ അസൂയ കൊണ്ട് പറയുന്നതേ ഉള്ളൂ. ദൈവം നിന്റെ കൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന പ്രവൃത്തിയൊന്നും ആരെയും കൊണ്ടും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾക്ക് തന്നെ അറിയാം ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന്. ബാക്കി കാര്യങ്ങൾ കേൾക്കാനാ അപ്പച്ചൻ രാത്രി വന്നേക്കുന്നെന്നാ പുള്ളി പറഞ്ഞു. അപ്പൊ പരീശന്മാര് പോലും യേശുവിന്റെ ശുശ്രൂഷയുടെ മുമ്പിൽ അറിഞ്ഞോ അറിയാതെയോ അംഗീകരിച്ചു, ഈസ് എ സൺ ഓഫ് ഗോഡ്. 2 ദൈവം അവന്റെ കൂടെയുണ്ട്. അപ്പോസ്തലന്മാർ അൺഎഡ്യൂക്കേറ്റഡ് ആയിരുന്നു, അൺട്രെയിൻഡ് ആയിരുന്നു. പക്ഷേ പീറ്ററിന്റെ കോൺഫിഡൻസ്, സത്യം പറയട്ടെ, ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത നമ്മൾ പീറ്ററിന്റെ ജീവിതം എടുത്തു നോക്കുമ്പോൾ ഒരുപക്ഷെ പുള്ളിയെ ട്രസ്റ്റ് ചെയ്യാൻ പോലും സംശയിച്ചു പോകുന്നൊരു കഥാപാത്രമായിരുന്നു. ഞാൻ നിന്റെ കൂടെ മരിച്ചു കളയോ എന്നൊക്കെ പറഞ്ഞ മനുഷ്യൻ ഒരു കൊച്ചു പെൺകുട്ടിയുടെ മുമ്പിൽ വെച്ച് വരെ തള്ളി പറഞ്ഞ ആണയിട്ട് പ്രാഗി പോയവനാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് യേശു കർത്താവ് തൻ്റെ
ഈ ഭൂമിയിലേക്കുള്ള വരവ് എന്തിനെന്ന് പ്രസ്താവിക്കുമ്പോൾ തൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ചും പുനരുദ്ധാനത്തെക്കുറിച്ചും ഒക്കെ കർത്താവ് വെളിപ്പെടുത്തുമ്പോൾ ഈ പത്രോസ് പറഞ്ഞു, അയ്യോ കർത്താവേ, നീ മരിക്കാൻ പാടില്ല, ഇങ്ങനെയൊന്നും സംഭവിക്കരുതെന്ന് പറഞ്ഞു. കർത്താവ് ആ സ്പോട്ടിൽ വെച്ച് അവനെ നോക്കി പറഞ്ഞു, സാത്താനെ മാറി നിൽക്കാൻ, പുറകോട്ട് മാറിയിരിക്കാൻ പറഞ്ഞു. പക്ഷെ ഈ പീറ്ററിന്റെ ബോൾഡ്നെസ്, അവന്റെ കോൺഫിഡൻസ് ചേഞ്ചായി. എപ്പോഴാണത് ചേഞ്ച് ആയത്? പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ. അതുകൊണ്ടാണ് ലൂക്കോസ് 24:49 യേശു കർത്താവ് ഈ ശിഷ്യന്മാരോട് താൻ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞത്, എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും, നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീനെന്ന് അവരോട് പറഞ്ഞു. ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം. കാരണം യേശുവിനറിയാം, ഈ ശക്തി ഇല്ലാതെ, ശബ്ദമല്ല, ഈ ശക്തി ഇല്ലാതെ, ഒന്നുകൂടെ പറയുന്നു, ശബ്ദമല്ല, ഈ ശക്തി ഇല്ലാതെ നിങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യാൻ പറ്റുകയില്ലെന്ന് കർത്താവിനറിയാം. കാരണം ഭൂതത്തെ പുറത്താക്കുന്നതും രോഗിയെ സൗഖ്യമാക്കുന്നതും ബന്ധനസ്ഥന്റെ ബന്ധനം അഴിക്കുന്നതും ഈ പവറാ. ഈ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് തന്നെ അതൊരു പവറാ, അതൊരു ശക്തിയാണ്. ആ ശക്തിയെ തിരിച്ചറിയാതെ ആ ശക്തിയെ ത്യജിച്ചവരുണ്ട്. എന്നാൽ അവർ ആ ശക്തിയിലേക്ക് തിരിച്ചു വരണം. ഞങ്ങളുടെ പ്രാർത്ഥനയാണത്. ഈ പീറ്ററിനെയും ജോണിനെയും ജെയിംസിനെയും മാത്യുവിനെയും ഇവരെയെല്ലാം, ആൻഡ്രൂവിനെ, ഇവരെയെല്ലാം കർത്താവ് ലൂക്കോസ് 9:1 വായിക്കുമ്പോൾ വേർതിരിച്ച് ശിഷ്യന്മാരാക്കി കർത്താവ് ഓർഡൈൻ ചെയ്തവരാണ്. അവർ കോർഡിനേഷൻ കൊടുത്തത് ഒരു സംഘടനയുമല്ല, അന്നത്തെ കാലത്തെ ഒരു മനുഷ്യനുമല്ല. അവരെ വാസ്തവമായി ഓർഡൈൻ ചെയ്തത് യേശുക്രിസ്തുവാണ്. ഈ യേശുക്രിസ്തു ഓർഡൈൻ ചെയ്ത, നമ്മുടെ ഭാഷ പറഞ്ഞ ഓർഡിനേഷൻ കൊടുത്ത, ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിച്ച് പ്രാർത്ഥിച്ച് വേർതിരിച്ച, യേശുവിൻ്റെ കൂടെ 3.5 വർഷം ജീവിച്ച, നടന്ന, ഭക്ഷിച്ച, എന്നാ എക്സ്പീരിയൻസ് ആർക്കെ എന്തോ എക്സ്പീരിയൻസ് ആയിരുന്നു. ഒന്ന് ഓർത്തു നോക്കി. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്? ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, കർത്താവേ, അങ്ങ് ഈ ഭൂമിയിൽ വന്നിരുന്ന കാലഘട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഈ കർത്താവിൻ്റെ കൂടെ നടന്ന യേശുക്രിസ്തു ഡയറക്ട്ലി ഓർഡൈൻ ചെയ്ത, യേശുവിൻ്റെ കൂടെ ഭക്ഷണം കഴിച്ച, യാത്ര ചെയ്ത ഈ ഡിസൈപ്പിളാണ്, ഈ ശിഷ്യന്മാരാണ് അവിശ്വസിച്ചത്, അല്ലേ? കാറ്റും കടലും ഇറങ്ങി വന്നപ്പോൾ, നാഥാ, ഞങ്ങൾ നശിക്കാൻ പോവാ, ഞങ്ങൾ നശിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞത്. ഇതേ ശിഷ്യന്മാരാണ് ശമര്യരെ കണ്ടപ്പോൾ കർത്താവെ തീ ഇറക്കി അവരെ അങ്ങ് കത്തിച്ച് കളഞ്ഞാൽ പോരെ എന്ന് പറഞ്ഞത്. ഇതേ ശിഷ്യന്മാരാണ്, ഇതേ ശിഷ്യനായ പത്രോസാണ് ഗദശമനായിൽ യേശുവിനെ പിടിക്കാൻ വന്ന പട്ടാളക്കാരനെ വാളെടുത്ത് വെട്ടി അവന്റെ ചെവിയറുത്ത് താഴെ ഇട്ടത്. ഇതേ ശിഷ്യനാണ് തള്ളിപ്പറഞ്ഞ് ആണയിട്ട് പ്രാഗിയത്. പക്ഷെ അവർക്ക് കോർഡിനേഷൻ ഉണ്ടായിരുന്നു, യേശുവിൻ്റെ കൂടെ നടന്നതായിരുന്നു, യേശുവിൻ്റെ കൂടെ ഭക്ഷിച്ചു, യേശു ചെയ്യുന്ന ശുശ്രൂഷകളെല്ലാം കൂടെ നിന്ന് കണ്ടു, യേശു വാഴ്ത്തി അപ്പോൾ അവർ കഴിച്ചു, യേശു ഉണ്ടാക്കിയ വീഞ്ഞു അവർ കുടിച്ചു, എല്ലാത്തിലും അവർ ഇൻവോൾവ് ആയിരുന്നെങ്കിലും ഇതൊന്നും, ഈ കാഴ്ചകളും ഈ കേൾവികളും ഒന്നും അവരെ ട്രാൻസ്ഫോം ചെയ്തില്ല. ഞാൻ ചോദിക്കട്ടെ, ടിനു പാസ്റ്റർ അല്ല, റെയ്നാഡ് ബോങ്കെ അല്ല, ബില്ലി ഗ്രഹാം അല്ല, ഇവിടുത്തെ ഏതെങ്കിലും ഒരു മെറ്റ് പാസ്റ്റേഴ്സ് അല്ല, സാക്ഷാൽ യേശു ക്രിസ്തുവിന്റെ മെസ്സേജ് കേൾക്കാൻ എത്രയോ ആയിരങ്ങൾ വന്നു. ദിസ് ഈസ് മൈ ക്വസ്റ്റ്യൻ. എന്റെ ഒരു ചോദ്യമാണ്, ഈ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം തരണം. യേശു ക്രിസ്തു, ബില്ലി ഗ്രഹാം അല്ല, യേശു ക്രിസ്തുവിന്റെ പ്രസംഗം എത്രയോ ആയിരങ്ങൾ അക്കാലത്ത് കേട്ടു. അവരിൽ എത്ര പേർ രക്ഷിക്കപ്പെട്ടു? അവരിൽ എത്ര പേർ യേശുവിനെ അനുഗമിച്ചു? അവരിൽ എത്ര പേർ യേശുവിന്റെ കൂടെ നിന്നു? അവര് വന്നു, പ്രസംഗം കേട്ടു, കർത്താവ് ചെയ്യുന്ന അത്ഭുതവും അടയാളവും ഒക്കെ കണ്ടു, അപ്പം കിട്ടി, അവരുടെ കാര്യമൊക്കെ നടന്നു, അവർ പോയി. എന്താണ് അവരുടെ ജീവിതത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകാതിരുന്നത്? ഇത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെ യഥാർത്ഥമായും രൂപാന്തരപ്പെടുത്തുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്.